അബുദാബിയിൽ ഒരു നേഴ്സായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങൾ ഹാദ് എക്സാമിനേഷൻ പാസ്സായിരിക്കും. ഇതിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ഫ്ലോ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ഓൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ബേസിക് ലൈഫ് സപ്പോർട്ടും. ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ജെനുവിനിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡേറ്റ ഫ്ലോന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബിക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിനുശേഷമായിരിക്കും നമുക്ക് എക്സാമിന്റെ അപ്രൂവൽ കിട്ടുന്നുണ്ടായിരിക്കും. ബേസിക്കലി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ വ്യൂ ആണ്. സെന്റേഴ്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ഇവിടെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മന്ത്ലി നമുക്ക് എല്ലാ സ്ലോട്ട്സും അവൈലബിൾ അല്ല, വളരെ കുറച്ച് സ്ലോട്ട്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിനനുസരിച്ച് നമ്മൾ എക്സാം സെന്റേഴ്സിൽ പോയിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. ഈ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ 4 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ തിയറിയിൽ അത്യാവശ്യം തറോ ആണെന്നുണ്ടെങ്കിൽ എക്സാം സിമ്പിൾ ആയിട്ട് പാസ്സാവും. BSc ഓർ GNM 2 ഇയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ എക്സാം എഴുതാനായിട്ട് പറ്റും. BScക്കാർക്ക് രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള എക്സാം അപ്രൂവലോട് കൂടിയിട്ടായിരിക്കും എക്സാം എഴുതാൻ പറ്റുന്നത്. നിങ്ങൾക്ക് മെയിൻലി 150 മാർക്കിന് 3 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു GNM നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂറിൽ 100 മാർക്കിൻ്റെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. എക്സാമിൻ്റെ പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ഹാഡ് എക്സാം നോക്കുന്നവരാണെങ്കിൽ അഫിനിക്സ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% റിസൾട്ട് ആയിരിക്കും. കാരണം ഹൈലി എക്സ്പീരിയൻസ്ഡ് ഉള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആവാന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ ഫീസ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ GCC വേക്കൻസി നോക്കുന്നവരാണെങ്കിൽ അഫിനിക്സിൽ റെഗുലർ ആയിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.